തടിക്കഷ്ണം പോകുന്നുണ്ടോ? തടി ഒഴുകി വരികയാണ് കേട്ടോ. തടിയാണ് ആ ഒഴുകി വരുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ, തടി ഒഴുകി വരികയാണ്. കണ്ട ആ പ്രദേശമൊക്കെ ആകെ തരിശായി മാറിയിട്ടുണ്ട്. മണ്ണിന്റെ വ്യാപ്തിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഈ സൈഡിലൂടെ ഒന്ന് പോവാം. ഓക്കെ, കണ്ട ആ പ്രദേശത്ത് അവിടെയാണ് ശരിക്കും ഇത് സംഭവം നടന്നിട്ടുള്ളത്. അവിടെ ആ ശരിക്കുള്ള വ്യൂ തന്നെ കണ്ടോ? കണ്ടോ, ഇവിടെ നിന്നാണ് ഈ ഭാഗത്തു നിന്നാണ് മണ്ണൊടിച്ചു പോകുന്നത്. എന്റെ പൊന്നോ, ഒന്നാലോചിച്ച് നോക്കിയേ. അതായത് ഈ കാണുന്ന ആ പ്രദേശം ഉണ്ടല്ലോ, ഏകദേശം 60,000 ടണ്ണാണ് കേട്ടോ ആ മലയുടെ പവർ എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ കാണാത്ത സത്യങ്ങളാണ് അർജുനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഷിരൂർ എന്ന് പറയുന്ന പ്രദേശത്തും അതുമായി ബന്ധപ്പെട്ടിട്ട് മാധ്യമങ്ങളൊക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആ പ്രദേശവും എത്രമാത്രം ഭീകരവുമാണെന്ന് മില്ലുകാരൻ എന്ന് പറഞ്ഞ യൂട്യൂബറിൻ്റെ വീഡിയോസിലൂടെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്രമാത്രവും ഭീകരവും ഇത്രമാത്രം പിന്നെ കാഠിന്യമേറിയ ഒരു പ്രദേശവും എത്രമാത്രം മുങ്ങൽ വിദഗ്ധർ പോലും ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയത്നിച്ചു, പക്ഷേ ഒന്നും വേണ്ടത്ര ഒരു വിജയം കണ്ടിട്ടില്ല. പക്ഷേ അതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളിവിടെ ഈ വീഡിയോയിൽ നിന്ന് ചെയ്യുന്ന പോലെയല്ല, മില്ലുകാരനെ അതിനൊക്കെ വീഡിയോയിലൂടെ വളരെ മനോഹരമായിട്ട്, മനോഹരത്തിലപ്പുറം വളരെ വേദനാജനകമായിട്ട് തന്നെ നമുക്ക് മുന്നിൽ പകർത്തിയിട്ടുണ്ട്. ഞാൻ ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം നിങ്ങൾക്ക്. ഈ ഒരു പ്രദേശത്ത് കൂടെ ആയിരുന്നു അർജുന് ഈ ഒരു പിന്നെ ദാബയും അതേപോലെ തന്നെ ഈ അവരൊക്കെ ട്രക്കുകാരൊക്കെ നിർത്തിയിടാറുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നത്. ആ സ്ഥലത്തേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് കേട്ടോ. കണ്ടോ, ഇവിടെ എത്തുമ്പോൾ ഇവിടുന്നാണ് ഇത് തുടങ്ങുന്നത്. കണ്ടോ, കാണുമ്പോൾ തന്നെ എത്രമാത്രം ഭീകരമായിട്ടാണ് നിൽക്കുന്നത് നോക്കൂ. ഇനിയും ഏതൊരവസരത്തിലും ഒരു വലിയ ഉരുൾപൊട്ടലിനും അത്തരത്തിലൊരു സാഹചര്യത്തിനൊക്കെ വലിയ സാധ്യതയുണ്ട്. അത്തരം ഒരു ഭീകരമായ അവസ്ഥ തന്നെയാണ്. ഇവിടെ തൊട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ കണ്ടോ ഇതിൻ്റെ ഒരു വ്യാപ്തി? ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇവിടെ തൊട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇവിടെ ഈ താഴെ കാണുന്ന സ്ഥലം കണ്ടോ, ഈ താഴെ കാണുന്ന ഇവിടെ ഇതൊക്കെ ഇടിഞ്ഞ് വീണ് പോയതാണ് കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ. ഈ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഗംഗാവല്ലി റിവർ. ഒരുപാട് മീഡിയക്കാരൊക്കെ വന്ന് കിടക്കുന്നുണ്ടോ. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ക്യാമറയിലൂടെ പകർത്തിയിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പേടിയാവുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴേ, ഒരു സൈഡ് മലനിര വളരെ നനഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയം ഇടിഞ്ഞ് വീഴാവുന്ന മലയിലൂടെയാണ് ഈ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ ഒരു നാഷണൽ ഹൈവേ. അതേസമയം തൊട്ടിപ്പുറത്ത് ആർത്തട്ടഹസിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗംഗാവലിപ്പുഴ. ഗംഗാവലിപ്പുഴയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ താഴെ ആണെങ്കിലോ ഏകദേശം 8 നോട്ടിക്കലോളം വേഗത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയും. വളരെ ഭീമാകാരമായ ഒരു അവസ്ഥ തന്നെയാണ്. വണ്ടി ഒതുക്കിട്ട് ഞാൻ കാണിച്ചു തരാം. എക്സാക്റ്റ് അവിടെ നടക്കട്ടെ. ഇത് കണ്ടോ, ഇതൊക്കെ മാധ്യമപ്രവർത്തകരെ വാഹനങ്ങളാട്ടോ. നമ്മളിങ്ങനെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കാറുണ്ടല്ലോ, കുറേ വീഡിയോസുകൾ പിന്നെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ചാനലുകൾ, പ്രത്യേക ഒരു ചാനൽ എടുത്ത് തന്നെ ഇവരൊക്കെ വാഹനങ്ങൾ ഇവിടെയാണ് നിർത്തിയിടാറ്. കാരണം അവിടുന്ന് കുറച്ച് ഒഴിച്ചിട്ടാണ് ഇപ്പോൾ വാഹനം നിർത്തിയിട്ടുള്ളത്. ഇതാണ് കണ്ടോ, ഇനി കാണിക്കാൻ പോകുന്നതാണ് എക്സാക്റ്റ് ലൊക്കേഷന്. ഞാൻ പറയാം, മൺതിട്ട. അതായത് ഇത് അക്കരയിലെ വീടുകളുടെ അവിടോട്ട് വെള്ളം എരിച്ച് കയറിയ സ്ഥലമാണ്. കണ്ടോ, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകണ്ട ആ മൺതിട്ടയാണിത്. കണ്ടോ, അവിടെയാണ് ഏകദേശം 200 മീറ്ററോളം വീതിയിലേക്ക് നദിയുടെ എക്സ്പാൻഷൻ ആയിപ്പോയി. ഇത് കമ്പിയാണത്. വളരെ വേദനിക്കുന്നതായിട്ടുള്ള മരമാണോ കമ്പി കഷ്ണം എന്നറിയില്ലാണ്ട്. അല്ല, ഈ സൈഡിലാണ് കൂടുതൽ ഒഴുക്ക് കേട്ടോ. 2 സൈഡിലോട്ടാണ് ഒഴുക്ക്. സെൻട്രൽ ഭാഗത്ത് നമുക്ക് കണ്ടോ, ഇതാണ് മൺതിട്ട. അതായത്
ആ ഒരു വലിയ സ്ഫോടനം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കേട്ടോ. ആ സമയത്ത് രൂപപ്പെട്ടിട്ടുള്ള ആ മൺതിട്ടയാണ്. ഈ മൺതിട്ടയോട് ചേർന്നിട്ടാണ് CP1, CP4, CP3, CP2 എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന പോയിന്റുകൾ. അതായത് അന്ന് ഡ്രോൺ ഉപയോഗിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന പോയിന്റ്. ഇന്നലെ ഈശ്വർ മാൽപ്പയൊക്കെ പിന്നെ അവിടെ ആയിരുന്നു ആ സെർച്ചിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ആ ഒരു വലിയ പിന്നെ മൺതിട്ട മൊത്തം പൊളിച്ച് മാറ്റാനുള്ള ഡ്രഡ്ജിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഡ്രഡ്ജിങ്ങിൻ്റെ മെഷീൻസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടേക്ക് അർജുൻ എവിടെ എന്നുള്ളൊരു ചോദ്യം, വളരെയധികം ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു ഭീമാകാരമായ ഒരു അവസ്ഥയിൽ ഇനി അർജുൻ അവിടെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തായിരിക്കും അവസ്ഥ? ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ലൊക്കേഷനിലാണ്. ദൈവമേ, ഇനി ഇത് മാറ്റണമെങ്കിൽ ശരിയാണ്. അതിഭയങ്കര ഒഴുക്കാണ്, രണ്ട് സൈഡിൽ നിൽക്കാൻ പറ്റത്തില്ല. ദ്വീപ് പോലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. കരിക്കഷ്ടം പോകണമല്ലോ. തടി ഒഴുകി വരികയാണ് കേട്ടോ. തടിയാണ് ആ ഒഴുകി വരുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ, തടി ഒഴുകി വരികയാണ്. കണ്ട ആ പ്രദേശമൊക്കെ ആകെ തരിശായി മാറിയിട്ടുണ്ട്. സൈഡിലെ മണ്ണിൻ്റെ വ്യാപ്തിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഈ സൈഡിലൂടെ ഒന്ന് പോവാം. ഓക്കെ, കണ്ട ആ പ്രദേശത്ത് അവിടെയാണ് ശരിക്കും ഇത് സംഭവം നടന്നിട്ടുള്ളത്. അവിടെ ആ ശരിക്കുള്ള വ്യൂ തന്നെ കണ്ടോ. ഇവിടെ നിന്നാണ്, ഈ ഭാഗത്തു നിന്നാണ് മണ്ണൊലിച്ച് പോകുന്നത്. എൻ്റെ പൊന്നോ, ഒന്നാലോചിച്ച് നോക്കി. അതായത് ഈ കാണുന്ന ആ പ്രദേശം ഉണ്ടല്ലോ, ഏകദേശം 60,000 ടണ്ണാണ് കേട്ടോ ആ മലയുടെ ഇത് പവർ എന്ന് പറയുന്നത്. മനസ്സലിക്കുന്നതായ വലിയൊരു കാഴ്ചയാണ്. ഇത്രയും മണ്ണാണ് ഇളകി താഴെ പോകുന്നതെന്ന് പറയുമ്പോൾ ആ ഹൈവേ റോഡാണ്. നമ്മുടെ MLA ഒക്കെ വരുന്നുണ്ട്. MLA ഒക്കെ എത്തുന്നുണ്ടോ? അതെ, MLA 2 MLA എത്തിയിട്ടുണ്ട്. കർണാടക MLA സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവർ. പക്ഷേ എന്തോ കാരണം ഒരു പക്ഷേ നമുക്ക് ഈ ഒരു വിഷയത്തിൽ നമുക്കൊരിക്കലും അങ്ങോട്ട് എടുത്തിട്ട് അതിനെ ആക്ഷേപിക്കാൻ പറ്റില്ല. കാരണം ഒരു സംസ്ഥാനത്തിന് ചിലപ്പോൾ അതിനു വേണ്ടി ഫണ്ട് ഉപയോഗിക്കുന്നതിനൊരു ബഡ്ജറ്റ് ഉണ്ടാവും. പക്ഷേ നിലവിലിപ്പോൾ അവിടെ ഈ സംഭവം നടന്നുകൊണ്ട് തന്നെ ആ സംസ്ഥാനമാണല്ലോ ഇതിനൊക്കെ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി ഇത് ഒരു പക്ഷേ നാഷണൽ ഹൈവേ അതോറിറ്റിക്കും അവരും ഇതിൽ ഫണ്ട് ചെയ്യണം എന്നുണ്ട് പറയപ്പെടുന്നുണ്ട്. പക്ഷേ എത്രമാത്രം ഇതാണെന്ന് അറിയില്ല. ബാക്കി കുറച്ചുകൂടെ കാണാം നമുക്ക്. കാണോ ഈ ഒരു സ്ഥലം കണ്ടാലോ, ഈ ഒരു സ്ഥലം കണ്ടില്ലേ? ഇവിടെയൊക്കെ ആണ് ശരിക്കും ഇവർ ഈ ട്രക്ക് ഡ്രൈവേഴ്സും അതേപോലെ തന്നെ ഈ ടാങ്കർ ഡ്രൈവേഴ്സൊക്കെ നിർത്തിയിടാറ്. കാരണം ഈ ലക്ഷ്മണൻ്റെ ചായക്കടയും ആ ലക്ഷ്മണൻ്റെ അവരേറ്റ ഒരു ഫാമിലി ഒരു നല്ല ഫാമിലിയാണ്. അവർ വരുന്ന ഓരോ ലോറി ഡ്രൈവേഴ്സിനും സ്വന്തം ഒരു വീട്ടിലെ ഫാമിലി പോലെയായിരുന്നു അവരായിട്ടുള്ള ഒരു പെരുമാറ്റമൊക്കെ കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ട്രക്ക് ഡ്രൈവേഴ്സ് ആണെങ്കിലും ടാങ്കർ ഡ്രൈവേഴ്സ് ആണെങ്കിലും ഇവരൊക്കെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ ചായ കുടിക്കുക ചെയ്യാതെ ഇവിടുന്ന് ഒരിക്കലും പോവില്ലായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ഈ നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ശരിക്കും ഈ ഒരു നിർമ്മിതിയൊക്കെ നിർമ്മിക്കുമ്പോൾ ഇത്തരം ഒരു സംഭവം സംഭവിക്കോ ഇല്ല. പിന്നെ പ്രകൃതി ദുരന്തം നമുക്ക് എവിടെ എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. അത് മറ്റൊരു സംഭവം. ഹൈക്കോടതി ഇതിന് വേണ്ടിയിട്ട് കേസ് ഏതാന്ന് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അത് വേറെ വിഷയം. കണ്ടോ, അവിടെയായിരുന്നു ഏകദേശം അർജുൻ്റെ ട്രക്ക് ഇവിടെയൊക്കെ ആയിരുന്നു നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അർജുൻ്റെ ട്രക്ക് മീഡിയ പീപ്പിൾസും എല്ലാവരും കണ്ടോ, എല്ലാവരും സജീവമായിട്ടുണ്ട്. കണ്ടോ ഗംഗാവലിപ്പുഴ, അവിടെ ദൂരത്ത് കാണുന്ന ഒരു പാലമുണ്ട്. അതിന് എന്തോ ലണ്ടൻ ബ്രിഡ്ജോ അങ്ങനെ എന്തോ ഒരു പേരാണ് പറയപ്പെടാറ്. കണ്ടോ ഇത് ഒന്നിച്ച് ഇടുങ്ങി പോകുന്നു. എത്ര വലിയ ഏരിയയാണെന്ന് അറിയോ. കണ്ടോ ഒരു ട്രക്കാണ് നിർത്തിയിട്ടുള്ളത്. ആ ട്രക്കുമായി ഉപമിച്ച് നോക്കൂ എത്ര മണ്ണ് വീണ് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കുന്നു. പക്ഷേ ഇനിയും ചില സംശയങ്ങളുണ്ട് ഇതിൽ. അതായത് ചിലപ്പോൾ ഒരു പക്ഷേ ഈ ട്രക്ക് ചിലപ്പോൾ ഒരു പക്ഷേ
ഇനി ഇതിൻ്റെ ഉള്ളിൽ അകപ്പെട്ട് പോയിട്ടുണ്ടോ എന്ന് അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ അത്തരം ഒരു ഇതുമായിട്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അതിന് എന്താണ് ഇതിനൊന്നും ഒരു തീരുമാനം, അത്തരത്തിലൊരു തീരുമാനം അത്തരത്തിലൊരു അന്വേഷണം നടക്കാത്തത് നമുക്കറിയില്ല. ഏതായാലും അർജുൻ്റെ തിരോധാനം, അർജുൻ്റെ വേണ്ടിയിട്ടുള്ള തിരച്ചിലുകൾ ഏകദേശം മന്ദഗതിയിലേക്ക് പോയ ഒരു അവസ്ഥയിലൊക്കെയുള്ള ഒരു ഇതും കൂടായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളിതിനെ ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം നമ്മൾ നേരിട്ട് ഇത്തരം ഒരു വിഷയം ഡയറക്റ്റ് കാണുമ്പോൾ എന്തുമാത്രം ഭീമാകാരമാണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കൂ. അപ്പോൾ ഏതായാലും മില്ലുകാരന് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുമ്പോൾ വളരെ അപൂർവങ്ങളായിട്ട് നമ്മൾ കാണാത്ത ക്യാമറയിൽ നമ്മൾ മീഡിയയുടെ കാഴ്ചയും മില്ലുകാരൻ കാണിച്ചു തരുന്ന കാഴ്ചയും വളരെ വ്യത്യസ്തമായിട്ടാണ്. ഏതായാലും മില്ലുകാരൻ്റെ ആ ഒരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. എല്ലാവരും പോയിട്ട് അതൊന്ന് വീഡിയോ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം.